കായൽ മണൽ കയറ്റി അമിത വേഗത്തിൽ പോകുന്ന ടിപ്പറുകൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ആരോപണം. നാട്ടുകാർ ടിപ്പർ ലോറികൾ തടഞ്ഞിട്ടു. ചേർത്തല പള്ളിപ്പുറത്താണ് സംഭവം. അത് പിന്നെ അടിച്ചു കൂട്ടി കഴിഞ്ഞാൽ ഈ മണ്ണ് കായൽ മണൽ കയറ്റി അമിത വേഗത്തിൽ പോകുന്ന ടിപ്പർ ലോറികൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നുവെന്ന് പരാതി. നാട്ടുകാർ ലോറി തടഞ്ഞിട്ടു. പള്ളിപ്പുറം വടക്കങ്കര ഭാഗത്താണ് മണൽ കയറ്റി പോകുന്ന ലോറികൾ നാട്ടുകാർ തടഞ്ഞിട്ടത്. ദേശീയപാത നിർമ്മാണത്തിന് കായലിൽ നിന്നാണ് മണലെടുക്കുന്നത്. എടുക്കുന്ന മണൽ കരയിൽ കൂട്ടിയിട്ട് ടിപ്പർ ലോറികളിലാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇതുമൂലം പ്രദേശത്തെ റോഡ് തകർന്നെന്നും തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതവും ഹനിക്കപ്പെടുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഡ്രെഡ്ജിംഗ് നടത്തുന്നത് നിയമങ്ങൾ പാലിക്കാതെയാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് നാട്ടുകാർ സംഘടിച്ച് ലോറികൾ തടഞ്ഞത്. ചേർത്തലയിൽ നിന്നും പോലീസ് എത്തിയെങ്കിലും നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയില്ല. തുടർന്ന് മണൽ കൊണ്ടുപോകുന്നത് തടസ്സപ്പെട്ടു. ജനങ്ങളുടെ പരാതി ന്യായമാണെന്നും ഉടൻ പരിഹാരമുണ്ടാക്കുമെന്നും പഞ്ചായത്ത് അംഗമായ PR ഹരിക്കുട്ടൻ പറഞ്ഞു. മണല് ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ വാർഡിന്റെ കിഴക്കേ സൈഡിൽ നിന്ന് ഡ്രെഡ്ജിംഗ് നടത്തുന്നത്. ആദ്യമൊന്നും നാട്ടുകാർക്ക് വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു നിയന്ത്രണവുമില്ലാതെ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തില് 24 മണിക്കൂറും എന്ന രൂപത്തില് ഈ വലിയ ടോറസ് അങ്ങ് തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ഇതിന്റെ മേളിൽ നിന്ന്, അതായത് അതിന്റെ ഒരു പരിധി കാണിക്കാതെ മേളിലൊക്കെ കൂന കൂട്ടി കൊണ്ടുപോകുന്നതുകൊണ്ട് 2 സൈഡിലേക്ക്, റോഡിന്റെ 2 സൈഡിലേക്കും ഈ മണല് വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ലപോലെ മറ്റു വാഹനങ്ങളൊക്കെ വരുമ്പോൾ നല്ല പൊടി ആ പ്രദേശത്ത് ആകെ പടരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ചേർത്തല വരെ ഈ പൊടി കിടക്കുകയാണ്. അത് ഈ 2 വീലറൊക്കെ അപകടത്തിൽപ്പെടാനുള്ള വളരെ സാധ്യത കൂടുതലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രദേശത്തുള്ള ഒരു കുട്ടി തന്നെ വണ്ടിയിൽ നിന്ന് വീഴുന്ന, ഒരു വണ്ടിയാണ് ബൈക്ക് 2 വീലറിൽ നിന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ അതിന്റെ ഒരു നിയമം പാലിച്ച് കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളെ തടഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ എല്ലാവിധ നിയമപരിധിയും പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ നടത്താവൂ എന്നുള്ള ഒരു ആവശ്യമാണ് സമൂഹം ഉന്നയിച്ചിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണം വളരെ അനിവാര്യമായ ഒരു ഘടകമാണല്ലോ. അതെ, അതുകൊണ്ടാണല്ലോ അവിടെ സഹകരിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും സഹകരിച്ചല്ലോ. 2 മാസക്കാലം നടക്കുക, യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നല്ലോ. ഇവര് തന്നെയാണ്, ഇതിന്റെ ഈ അതോറിറ്റി തന്നെയാണ് ഈ ജനങ്ങളെ തെരുവിൽ ഇറക്കിച്ചത്. അത് നനഞ്ഞ് മണ്ണ് ഓടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ ടോറസിന്റെ സൈഡിലൂടെ വെള്ളം ഊർന്നതായിട്ട് വീണ് അത് റോഡിലെ മണ്ണ് അവിടെ നിന്ന് ഉണങ്ങുന്നു. അത് മറ്റു വാഹനങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതുപോലെ പ്രദേശത്ത് മുഴുവൻ പടരുന്നു. പൊടി ഭയങ്കര, അവർ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ 24 മണിക്കൂർ എന്ന രൂപത്തിൽ ഇത് ഓടുന്നതുകൊണ്ട് ആ പ്രദേശത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ല. നിലവിലുള്ള ഈ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടല്ല വികസനം നടത്തുന്നത്. എല്ലാം പാലിച്ചുകൊണ്ടാണ് വികസനം. അതുകൊണ്ടാണ് അവർ തടയേണ്ടി വന്നിട്ടുള്ളത്. നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടു പോകുന്നതെന്നാണ് അഭിപ്രായം. അതെ, ടോറസിൽ കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വെഹിക്കിൾ വന്ന് വണ്ടി പിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത് പറഞ്ഞതിന്റെ പരിധിക്ക് അപ്പുറമാണ് ഇത് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇതെല്ലാം നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കായലിന് ഡ്രെഡ്ജ് ചെയ്യുന്നില്ല, അതിന്റെ അകലം അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈനെ വിളിച്ച് ശ്രദ്ധപ്പെടുത്തി അത് മാർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വരെ പറഞ്ഞതാണ്. അവിടെ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് അതിനപ്പുറത്ത് നിന്ന് ഡ്രെഡ്ജ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാകണമെന്ന് വരെ പറഞ്ഞു. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പൊ മണൽ വരുന്നതും നിയമവിരുദ്ധമായിട്ടാണ്, നിയമങ്ങൾ പാലിക്കാതെയാണ് അത് കൊണ്ടുപോകുന്നതും നിയമങ്ങൾ പാലിക്കാതെയാണ്, അങ്ങനെയാണ്. അത് അതിനെ അകലം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കായലിൽ നിന്ന്, നമ്മുടെ കരയിൽ നിന്ന് ഇത്ര മീറ്റർ, ഏകദേശം 300 മീറ്ററിന് അപ്പുറത്തോട്ട് മാറ്റി വരുന്ന ഡ്രെഡ്ജ് ചെയ്യാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുപോലും ഇല്ല. അവർ ഒന്നാമത് ഇവര് ഈ ഹിന്ദി അവർക്ക് അറിയാമെന്നുള്ളതിനൊരു വിശ്വാസം. അവർ ഹിന്ദി ലോക്കൽസ് നിന്ന് സംസാരിക്കാനുള്ള സാഹചര്യമുണ്ട്. അവർക്ക് നിയമമായ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അവർ പറയുന്നത്. എങ്കിൽ പോലും സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്ന രൂപത്തിലേക്ക് ഇത് മാറിയപ്പോഴാണ് തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇന്നലെ പോലീസ് സേനയൊക്കെ വന്നിരുന്നു എന്ന് അറിയുന്നു, അങ്ങനെയാണ്? ഏതാണ്? ഇന്നലെ പോലീസ് സേനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് സേനയൊക്കെ വന്നിരുന്നു. അവർക്ക് പോലീസ് സേനയ്ക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് കൊണ്ടുപോകുന്ന കിറ്റാച്ചി അത് റോഡിലൂടെ അത് മറ്റേ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ലാത്തതാണ്. ആ പ്രദേശത്തെ റോഡ് ആകെ ഒറ്റപ്പനയിൽ നിന്ന് കിഴക്കോട്ടും വടങ്കര കവലയിൽ നിന്ന് കിഴക്കോട്ടും ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. അത് വണ്ടിയെ കൊണ്ടേ ഇറക്കേണ്ടതാണ്. ഇപ്പൊ തടസ്സപ്പെട്ട് കിടക്കുകയാണല്ലോ. എന്താണ് ഈ തുടർ നടപടി? അതാ ബന്ധപ്പെട്ട അധികാരികളായിട്ട് സംസാരിക്കേണ്ടി വരും. അവരിപ്പോ സമീപിച്ചിട്ടുണ്ടോ? ഇതുവരെ സമീപിച്ചിട്ടില്ല. എന്തായാലും വിളിച്ച് പറഞ്ഞിരിക്കുകയല്ലേ. ഇതിന്റെ എല്ലാം പാലിച്ച ശേഷം ഇത് ആലോചിക്കാവുന്ന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും പരിഹാരം കണ്ടിട്ട് മണൽ കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നാണ് നാട്ടുകാരെ പറയുന്നത്. തീർച്ചയായിട്ടും. അതെ.